ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പായസമായിട്ടാണ്. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എന്നാൽ ഇതിന് നല്ല തിക്കായിട്ടുള്ള എന്താ പറയുക, ഒരു ക്രീമി ആയിട്ടുള്ളൊരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്നത് 1/2 കപ്പോളമുള്ള ചെറുപയറും അതുപോലെ തന്നെ 1/2 കപ്പോളമുള്ള പാലും. പശുവിൻ പാലാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളമുള്ള ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മിക്കവരും ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഈ ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെറുപയർ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു 20 മിനിറ്റോളം 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ എടുത്തായിരുന്നു. അപ്പം ഒരു അരമണിക്കൂറിന് കൂട്ടാം. അപ്പോൾ അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുക്കറിൽ ഞാൻ 1/2 കപ്പ് വെള്ളത്തിന് 1/2 കപ്പോളമുള്ള 1/2 കപ്പ് ചെറുപയറിന് 1/2 കപ്പോളമുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കുക്കറിൽ. അപ്പോൾ നമുക്ക് കുക്കറിൽ ഇതിന് കറക്റ്റ് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഏകദേശം 3/4 കപ്പോളമുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ 3/4 കപ്പ് ശർക്കരയ്ക്കകത്തോട്ട് നമ്മളൊരു 1/2 കപ്പോളമുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി വെള്ളം പോലെ ഈ ഒരു ശർക്കര പാനി എടുക്കേണ്ട, അല്പം കട്ടിയിലാണ് നമ്മൾ ഈ പാനി എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നോക്കിക്ക് നന്നായിട്ട് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്നുമില്ല, എന്നാൽ അത്യാവശ്യം ഒരു കുറുകിയ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടിയതും. അപ്പോൾ ഈ ശർക്കരപ്പാനി ആ ഒരു ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചൊഴിക്കണം. കാരണം ഈ ഒരു ശർക്കരപ്പാനിക്കകത്തുള്ള ഒരു കരടും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. അതായത് 1/2 കപ്പ് ചെറുപയറിന് നമ്മൾ എടുത്തിരുന്നത് 1/2 കപ്പോളം ഉള്ള വെള്ളമാണ്, അതേ പാത്രത്തിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം കഴിക്കാനൊക്കെ കിട്ടുന്ന ഒരു പരുവാണ് താനും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്നും കൂടെ അതിനെ ഒന്ന് അടുപ്പത്ത് വെക്കണം. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു വേവാതെയാണ് ശർക്കരപ്പാനി ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പയർ ഒരിക്കലും വേവാൻ പോണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുപയർ വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്നത്. ഇനി ശർക്കരപ്പാനി ചേർക്കുന്നത് ഈ പയറിലൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ, മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് ഒരു വിസിലിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ഏലക്ക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ടോ പൊടിയായിട്ടോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഒരു വിസിലിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ അടുപ്പത്തിരിക്കുന്നുണ്ട്. ആ നേരം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അത് വലിയ കാര്യമായിട്ടുള്ളതൊന്നും അല്ല. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഉള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഒക്കെ എടുക്കാം. ഈ അരിപ്പൊടി എടുക്കുന്നത് നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശരിക്കും ഒരു പാലട പായസമൊക്കെ കഴിക്കുന്ന ഒരു കൊഴുപ്പുണ്ടല്ലോ, ആ ഒരു കൊഴുപ്പ് നമുക്ക് ഈ ഒരു പായസത്തിനും കിട്ടും. അപ്പോൾ അതിന് ഒത്തിരി നേരം ഇളക്കി നിൽക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ അരിപ്പൊടി എന്നുള്ളത്. അപ്പോൾ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം പാല് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണിത്. ആ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1.5 ടേബിൾ സ്പൂണിന് തന്നെയല്ല, നിങ്ങൾക്ക് അതിന് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവം, അതായത് നല്ല പാല് പോലെ ഇരിക്കുന്ന, പാലും വെള്ളം പോലെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ശരി, അവിടെ ഒരു വിസിലൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ പയറിൻ്റെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ നന്നായിട്ട് പയറിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നെയ്യ് ചേർക്കുക. നെയ്യ് തന്നെയാണ് ചേർക്കേണ്ടത്, കാരണം പായസമൊക്കെയാണ്, നെയ്യുടെ സ്വാദൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും നെയ്യ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന് ശേഷമോ അതിന് മുന്നോ ഞാൻ നെയ്യ് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒത്തിരി നെയ്യായി കഴിഞ്ഞാലും പായസത്തിന് കുത്തലല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ മധുരവും നെയ്യും അങ്ങനത്തെ ഒക്കെ കുറച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം.
ഇനി ഇതാ ഇതിനകത്തോട്ട് ഞാൻ ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഒരു ടേബിൾ സ്പൂണോളമുള്ള കശുവണ്ടി, അല്ലെങ്കിൽ എത്രയാ ഇപ്പോൾ ഒരു 15 എണ്ണമൊക്കെ കാണും ഇതിനകത്ത്. അത്രയും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കശുവണ്ടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കശുവണ്ടിയും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. ഇനി അടുത്തത് നമ്മൾ ചെറുപയർ പായസം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ശർക്കര ഒഴിച്ചിട്ടുള്ള പായസത്തിലൊക്കെ നമ്മളെപ്പോഴും കാണാറുള്ളതാണ് തേങ്ങാക്കൊത്ത് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെയും അത് തന്നെ ചേർക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു സ്വാദ്, അതായത് ഈ പായസത്തിൻ്റെ സ്വാദെന്ന് പറയുന്നത് അസാധ്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയും രുചിയാണ്. ഇത് നല്ല തിക്ക്, നല്ല കുറുകിയിട്ടാണ് ഈ പായസം ഇരിക്കുക. നമ്മൾ ഈ കല്യാണ സദ്യകൾക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള പായസം കുടിക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതും വരിക കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തിൻ്റെ നിരക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എള്ളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുത്തുന്ന നല്ലതാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. എനിക്കിവിടെ പേഴ്സണലി അത് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചെറുപയർ പരിപ്പിലൊക്കെ ഇങ്ങനെ കറുത്ത എള്ളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണാം. അപ്പോൾ അത് ആദ്യം എനിക്ക് തോന്നി തന്നെ കടുകിൻ്റെ പോലെയാണല്ലോ എന്ന്. പിന്നെ നമ്മളത് എടുത്തൊന്ന് കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കുമാണ് മനസ്സിലാവാതെ എള്ളാണെന്നുള്ളത്. കാരണം അങ്ങനെ പായസത്തിൽ നമ്മൾ എള്ള് ചേർക്കുന്നത് ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടത്. അപ്പോൾ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കശുവണ്ടി ഇതിനകത്ത് വറുത്ത പോലെ തന്നെ നിങ്ങൾക്ക് കപ്പലണ്ടിയും വറുത്തെടുക്കാം കേട്ടോ. ഇനി ഈ പാത്രത്തിൽ തന്നെയാണ്, അതായത് നെയ്യ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നെയ്യ് ചേർക്കാഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം കൂടെ നെയ്യ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറും അതുപോലെ തന്നെ ശർക്കരയും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അരിപ്പൊടിയുടെ ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അരിപ്പൊടിയാണ് നമ്മൾ ഇച്ചിരി നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരിപ്പൊടി എല്ലാം ഇങ്ങനെ താഴെ വീണ് അരിപ്പൊടിയൊക്കെ താഴെയും അതിൻ്റെ പാല് മാത്രം മേലെ ഇങ്ങനെ പൊന്തിക്കെടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിൽ കൂടെ നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അത് ഇവിടെ ഈ ഒരു ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് ഞാനൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പൊടിയുടെ ഈ ഒരു മിക്സ് ഒഴിക്കുന്ന സമയം ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയാണ് പെട്ടെന്ന് തന്നെ ഇത് കുറുകി പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നന്നായിട്ട് തന്നെ കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് പശുവിൻ പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്ററോളം പാലാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് തിളച്ചതോ തിളപ്പിക്കാത്തതൊക്കെ ചേർക്കാം, കാരണം നമ്മൾ എന്തായാലും ഇത് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു സംശയത്തിന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനിപ്പോൾ ഇവിടെ തിളപ്പിക്കാത്ത പാലെടുത്തിട്ടുണ്ട്. പിന്നെ പായസത്തിനൊക്കെ പാലെടുക്കുമ്പം എപ്പോഴും നല്ല കട്ടിയായിട്ടുള്ള പാലെടുക്കാൻ, അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് എന്നൊക്കെ പറയും, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കാം, എങ്കിലാണ് പായസത്തിന് രുചി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇതിനകത്തുള്ള അരിപ്പൊടി ചേർത്തത് കൊണ്ട് കുറുകി കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇതിനകത്ത് അരിപ്പൊടിയുടെ ടേസ്റ്റ് തോന്നുമോ എന്നുള്ളത്. ഒരു ടേസ്റ്റും അരിപ്പൊടി ഉണ്ട് എന്നുള്ളത് പോലും നമുക്കിതിനകത്ത് മനസ്സിലാവത്തില്ല. കാരണം അരിപ്പൊടി നമ്മൾ ആകെ കൂടെ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒട്ടും തന്നെ ഇതിനകത്ത് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലും മാറ്റി ഈ ഒരു പാലൊന്ന് കുറുകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം പായസമാണ്, അപ്പോൾ ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും കൂടെ ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കശുവണ്ടി, അതുപോലെ ഉണക്കമുന്തിരി, അതൊക്കെ തേങ്ങയുടെ കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉപ്പ് ഒരു നുള്ളിടുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല, പക്ഷേ ഒരു നുള്ളി ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കിക്കേ, നല്ല കുറുകി
നല്ല തിക്കായിട്ടുള്ളൊരു പായസമാണ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉള്ളതാണ് ചെറുപയർ. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഇതിനു വേണ്ടി എനിക്ക് എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു 1/2 മണിക്കൂർ മാത്രമാണ്. അപ്പോൾ അതിനുള്ളിൽ നല്ല കുറുകിയിട്ടുള്ള നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് പോലത്തെയുള്ള പായസമാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. കൊടുത്ത് നോക്കുക, ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.